ഉൾക്കടലിൽ മാത്രം കണ്ടുവരുന്ന ഷിയർ വാട്ടർ ഇനത്തിൽപ്പെട്ട പരിക്കുപറ്റിയ അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിയെ കാസർഗോഡ് ചിത്താരി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളിക്ക് ലഭിച്ചു. കേരളത്തിൽ ഇതിനു മുൻപ് 10 തവണ മാത്രമേ ഈ പക്ഷിയെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂവെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. കാസർഗോഡിൽ ഇതാദ്യ കാഴ്ച കൂടിയാണ്. കാസർഗോഡ് ചിത്താരി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളിയായ സജീവൻ ജോലി ചെയ്ത ബോട്ടിലാണ് ഉൾക്കടലിൽ വെച്ച് പരിക്ക് പറ്റി അപൂർവ ഇനത്തിൽപ്പെട്ട ഈ കുഞ്ഞൻ പക്ഷി വന്നു പതിച്ചത്. പക്ഷികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മത്സ്യത്തൊഴിലാളി കൂടിയാണ് സജീവൻ. ഉൾക്കടലിൽ വച്ച് ചെറുമീനുകളെ മാത്രം ഭക്ഷിക്കുന്ന ഈ കുഞ്ഞൻ പക്ഷി സജീവന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പരുന്ത് ആക്രമിച്ചപ്പോഴാണ് ബോട്ടിലെ വലയിൽ വന്ന് പതിച്ചത്. സുഹൃത്തുക്കളായ പക്ഷി നിരീക്ഷകരെ ഫോട്ടോയെടുത്ത് ഈ വിവരം അറിയിച്ചപ്പോഴാണ് തൻ്റെ കയ്യിൽ വന്നുപെട്ടത് അപൂർവ പക്ഷിയാണെന്ന് സജീവന് മനസ്സിലായത്. തുടർന്ന് പറക്കാൻ പറ്റാതെ അവശനായ പക്ഷിയെ സജീവൻ കരയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ രാവിലെ 4 മണിക്കാണ് ഇവിടുന്ന് കടലിൽ പോകുന്നത്. അപ്പോൾ രാവിലെ ചായ കുടിച്ചതിന് ശേഷം ഒരു 5 മണിയാകുമ്പോൾ കടലിൽ ഇറങ്ങിയിട്ട് വല ഇടുന്ന സമയത്ത് ഏകദേശം 6 മണിയായി. 6 മണിയായിട്ട് വല എടുത്തുന്ന സമയത്ത് 1-2 പക്ഷികൾ വന്നായിരുന്നു. പക്ഷെ എനിക്കതൊന്നും അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ ഡെയിലി കാണുന്ന പക്ഷിയായിരുന്നു. പക്ഷെ എന്തോ ഈ സാധനം കുറച്ച് ചെറുപ്പമില്ല പക്ഷി പക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചെറിയ ചെറിയ മീനുകളെ മാത്രമേ ഇവൻ്റെ ഇടയിലെടുത്ത് ക്യാച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ മീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ പരുന്ത് വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു സംശയം, ഇവൻ ഞാൻ ഇന്നേ വരെ കടലിൽ വെച്ച് കണ്ടിട്ടില്ല. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് ഇവനെന്തോ ആക്സിഡന്റ് വലയിലെന്തോ പറ്റിയത് കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ എൻ്റെ ഫോട്ടോസ് എടുത്ത് എൻ്റെ സുഹൃത്തായ കോഴിക്കോടിലെ പക്ഷി ഗവേഷകനാണ്, അവൻ്റെ കയ്യിൽ ഫോട്ടോസ് ഞാൻ എടുത്ത് അയച്ചു കൊടുത്തു. ആ സ്പോട്ടിൽ തന്നെ അജി പറഞ്ഞ സജീവട്ട ഇത് റയറാണ്. ആദ്യം കാസർഗോഡിൽ 10 റിപ്പോർട്ട്, കേരളത്തിൽ 10 റിപ്പോർട്ടാണ്, കാസർഗോഡ് ഫസ്റ്റ് റിപ്പോർട്ടാണെന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് ഞാൻ പറഞ്ഞ സജീവട്ട എല്ലാം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കണം, അതിൻ്റെ മെഷർമെന്റ് എടുക്കണം. അതിന് 1-2 ആൾക്കാരൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവർ സജീവട്ടനെ കാണും. കരയിലേക്കാൾ കൂടുതൽ വൈവിധ്യമുള്ള പക്ഷിവർഗങ്ങൾ കടലിലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പക്ഷി നിരീക്ഷകർ അവയിൽ തന്നെ അപൂർവമാണ് ഷിയർ വാട്ടർ ഇനത്തിൽപ്പെട്ട പക്ഷിവർഗങ്ങൾ കരതൊടുന്നതെന്ന് വ്യക്തമാക്കുന്നു. കനത്ത കാറ്റും മഴയും കാലാവസ്ഥാ വ്യതിയാനവും കൊണ്ട് മാത്രം അപ്രതീക്ഷിതമായാണ് ഇവ കര പറ്റുക. പൊതുവെ ഇത് നമ്മൾ ഈ മൺസൂൺ സമയത്ത് നല്ല കാറ്റും മഴയും വരുന്ന സമയത്ത് കടലിലൂടെ മൂവിങ് ആയിട്ടുള്ള പക്ഷികളുണ്ട്. ഇത് ഒരു പെലാജിക് ബേർഡ് ആണെന്ന് വിളിക്കാം. അതായത് ഉൾക്കടലിൽ മാത്രം കാണുന്ന പക്ഷികൾ, സാധാരണ നോർമൽ കരയിലേക്ക് മെയിൻലാൻഡിലേക്ക് വരാത്ത പക്ഷികളാണ്. അപ്പോൾ സാധാരണ മുക്കുവന്മാർക്ക് ഇതുപോലെ ഇഞ്ചേർഡ് ആയിട്ടുള്ള പക്ഷികളെ കിട്ടാം, അല്ലെങ്കിൽ നല്ല കാറ്റും മഴയുള്ള സമയത്ത് വിൻ ബ്ലോൺ ആയിട്ട് കരയിലേക്ക് അടിഞ്ഞിട്ടും മെയിൻലാൻഡിലേക്ക് അടിഞ്ഞിട്ടും ഇങ്ങനെയുള്ള പക്ഷികളെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കരയിൽ അല്ലെങ്കിൽ ഈ കാസർഗോഡ് തീരത്ത് ഇപ്പൊ മാസ്ഡ് ബൂബീനൊക്കെ സാധാരണ കിട്ടാറുണ്ട്. അതുപോലെ കഴിഞ്ഞ സീസണിൽ ബ്രിഡിൽഡ് ടേൺ അല്ലെങ്കിൽ സൂട്ടി ടേൺ അവർ നല്ല മൂവിങ് ആയിരുന്നു. അതിപ്പോ മുംബൈ തൊട്ട് അങ്ങ് കന്യാകുമാരി വരെയുള്ള ഫുൾ സ്ട്രെച്ചിലും നല്ലപോലെ കിട്ടിയിരുന്നു. കേരളത്തിൽ പക്ഷേ 10 മാത്രമേ ഇത്തരത്തിലുള്ള പക്ഷികളുടെ വരവ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ കാഴ്ചയും. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അപൂർവം പക്ഷികളെ നിരവധി എണ്ണത്തിന് കാണാറുണ്ട്. കരയിലും കടലിലും പക്ഷികളെ നിരീക്ഷിക്കുന്ന സജീവൻ നിരവധി അപൂർവ പക്ഷികളെ കണ്ടിട്ടുമുണ്ട്. എന്തായാലും പരിചരണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം ഇന്ന് രാവിലെ കരയിലെത്തിയ അതിഥിയെ കടലിലേക്ക് തന്നെ പറഞ്ഞയച്ചു. നിമ്മി മരിയ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.